ബംഗ്ലാദേശ് കുറച്ച് കാലമായിട്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക. പക്ഷേ നമ്മളെപ്പോഴും അവരെ സഹായിക്കുന്ന പണമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളായിട്ടാണെങ്കിൽ മറ്റ് ആവശ്യമുള്ള വസ്തുക്കളെല്ലാം കൊടുത്ത് സഹായിക്കും. ഇപ്പോൾ ഒവൈസി പോലും പാർലമെൻറ്റിൽ ചോദിക്കുന്നത് $10 ബില്യൺ ഇന്ത്യ കൊടുത്തിരുന്നു. എന്തിനാണ്? ബംഗ്ലാദേശിനെ സഹായിക്കാൻ വേണ്ടിയോ? ബംഗ്ലാദേശിനെ സഹായിച്ചിട്ട് അവർ ഇന്ത്യക്കെതിരെ വന്ന് യുദ്ധം ചെയ്യാനോ? മാത്രമല്ല ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം കൂടിക്കൂടി വരുന്നു. എന്തിനാണ് ഈ നിലപാടൊക്കെ സ്വീകരിക്കുന്നത്? അപ്പോൾ എല്ലായ്പ്പോഴും ഈ ഒവൈസിയെ നമ്മൾ കാണുന്നത് BJPക്കെതിരായിട്ട് മോദിക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വരുമ്പോൾ ഒവൈസി വലിയൊരു രാജ്യസ്നേഹിയായിട്ടാണ് നമ്മളെപ്പോഴും കാണുന്നത്. ഒവൈസി ചോദിച്ചത് വളരെ കൃത്യമല്ലേ? ഒവൈസി ചോദിച്ചത് നിങ്ങൾ ഹിന്ദുവിനെ കൊല്ലാനാണോ? അവിടാണ് ഹിന്ദുവിനെ കൊല്ലാനാണോ ഈ 10 ബില്യൺ ബംഗ്ലാദേശിന് കൊടുത്തത്? അത് വ്യക്തത വരുത്തി കൃത്യത വരുത്തി പറയണമെന്ന്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയാമെങ്കിലും അദ്ദേഹത്തിൻ്റെ വികാരത്തിനകത്ത് ഇവിടെ വേറെ ആരും ചോദിക്കാത്ത ഒരു ചോദ്യം തന്നെ. ഒരു പക്ഷേ നമ്മുടെ BJPക്കാരോ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ള പല കക്ഷികളും ചോദിക്കാത്ത ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദുവിനെ അല്ലെങ്കിൽ അഭയം തേടി പോലീസിൻ്റെ അടുത്ത് ചെന്നിട്ട് പോലീസ് കലാപകാരികൾക്ക് ഇട്ടുകൊടുത്ത അയാളെ പച്ച ജീവനത്തെ എങ്ങനെയൊക്കെ മൃഗീയമായിട്ട് കൊല്ലാമോ അത് കൊന്ന് വിഷ്വലൈസ് ചെയ്ത് ആ മനുഷ്യൻ മരിച്ചെന്ന് ഉറപ്പുവരുത്തിയതിനൊക്കെ ശേഷവും പക തീരാതെ പുറത്ത് ആനന്ദ നൃത്തമാടി തലച്ചോറ് വരെ ചവിട്ടി തെറിപ്പിക്കുന്നത്. എൻ്റെ സിനുത്ത നമ്മുടെ തലയ്ക്ക് എന്തിനു വേണ്ടി കട്ടിയുണ്ടെന്നറിയോ? തലച്ചോറ് ചെതറിക്കണമെങ്കിൽ എന്ത് ആരോഗ്യത്തോടുകൂടി എന്ത് പണിപ്പെടണം. അങ്ങനെ ചെയ്തിട്ട് വീണ്ടും യുവമാർക്ക് കനി തീരാതെ ആ മൃതദേഹം കത്തിച്ച് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു തെരുവ് പട്ടിക്ക് പോലും ഇതിൽ കൂടുതൽ ബഹുമാനം അതിൻ്റെ മൃതദേഹത്തിനോട് പൊതിയനും അല്ലെങ്കിൽ അതിൻ്റെ സഹജീവികൾ കാണിക്കുന്ന അവസരത്തിലാണ് ഇത് ചെയ്തത്. ഇത് കണ്ടണക്കെ ഇടപെട്ടു അല്ലെങ്കിൽ ഇടപെടണമെന്ന് ഇവിടുത്തെ RSSും അല്ലെങ്കിൽ ഇന്ത്യ അതിനകത്ത് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ഇന്ത്യക്ക് അകത്ത് പ്രതിഷേധം ഉണ്ടാകുന്നു. ഐക്യരാഷ്ട്രസഭയിൽ പരാതി വരുന്നു. പക്ഷേ നമ്മളെല്ലാപ്പോഴും പറയുമല്ലോ, വലിയ വികാരത്തെ പറയുമ്പം ഈ ഒവൈസി എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ശരിയാണ്. നമ്മൾ ഇതിനകത്ത് ഇനി ആലോചിക്കേണ്ടത്, ഇന്നവൻ ചോദിച്ചിട്ടുണ്ട് അരി വില കുറച്ച് നമ്മൾ കൊടുക്കും. വില ചുമ്മാലല്ല, വില കുറച്ച് അരി ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്, ആവശ്യത്തിന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം. പക്ഷേ ആ സംസ്കാരം അങ്ങനെ തന്നെ തുടരണോ ഇവന്മാരോട് എന്നാണ് ഒവൈസി ചോദിച്ചത്. ഒവൈസി എന്ന് പറയുന്ന ആളിനെ നമ്മൾ പലവട്ടം പറയുമ്പോൾ ഇദ്ദേഹത്തെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം അകത്തു നിന്ന് ചില കാര്യങ്ങളൊക്കെ പറയും. നമുക്ക് തോന്നും വർഗീയവാദിയാണ്, അല്ലെങ്കിൽ വികാരം കൊള്ളും, അല്ലെങ്കിൽ മുസ്ലിമുകളുടെ കാര്യത്തിന് വേണ്ടി താല്പര്യത്തിന് വേണ്ടി പല കാര്യങ്ങളും സംസാരിക്കുകയും അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരു പക്ഷേ അദ്ദേഹം ആ സമുദായത്തിൻ്റെ ആ രീതിയിൽ പറഞ്ഞു നിൽക്കുന്ന ആ പാർട്ടിയുടെ കാര്യം അങ്ങനെയാണ്. മുസ്ലിംസിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ആ വികാരത്തോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടിയുള്ള ആ പാർട്ടിയുടെ ഗുണം അതാ, അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ. പക്ഷേ ഇന്ത്യക്കൊരു വിഷയം വരുമ്പോൾ, ഇന്ത്യയുടെ ഒരു താല്പര്യം ഇന്ത്യയുടേത് മാത്രമായിട്ട് വരുമ്പോൾ ഒവൈസി എടുത്ത് ഒവൈസിയെ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിർത്തിയിട്ട് വേറെ രാജ്യത്തിന് സംസാരിക്കാൻ പറഞ്ഞാൽ ഒവൈസി ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇത് നമ്മൾ സിന്ധുവിന്റെ വിഷയം വന്നപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്തുവാ? നമ്മൾ കേട്ടാണല്ലോ, പാകിസ്ഥാൻ അനുകൂലമായിട്ട് പറഞ്ഞത്. വിമാനം ഇടിച്ചിട്ടു, വിമാനം പോയി തറയിൽ പോയി. ഇത് ലോകത്ത് മൊത്തം അയാൾ നടന്ന് പറഞ്ഞു. ലോകം മൊത്തം പറഞ്ഞപ്പം അവരിതൊക്കെ കേട്ടിട്ട് പറഞ്ഞു, ഇയാൾക്ക് എന്തൊരു വട്ടാണ്, ഇയാൾക്ക് വിവരമില്ല, ഇത് മൊത്തം വ്യക്തത വരെ കൃത്യവരുത്തി ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുക, സാറ്റലൈറ്റ് സംവിധാനം. ഇപ്പൊ ആരോടും ഇത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല ഇങ്ങനെ ക്ലെയിം വന്നപ്പോൾ പാകിസ്ഥാൻ കരഞ്ഞു പറഞ്ഞപ്പോൾ പാകിസ്ഥാനെ പുച്ഛിക്ക് ഇന്ത്യ ഇത് വ്യക്തത വരുത്തി പറഞ്ഞില്ലേ. പിന്നെ ഈ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ എന്തുവാ, നിങ്ങൾക്ക് ഇന്ത്യയോട് സ്നേഹമില്ലയോ എന്നുള്ള രീതിയിൽ ലോകം ചോദിക്കാതെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഈ പറയുന്ന കാര്യങ്ങളോട് അനുകൂലിക്കുമ്പം, അല്ലെങ്കിൽ അന്ന് പഹൽഗാമിൽ ഭീകരവാദികൾ ചെയ്തതിനോട് അനുകൂലിച്ച് സംസാരിക്കുമ്പം ഒവൈസി ഇവിടുന്ന് നമ്മൾ എന്തുകൊണ്ട് സിന്ദൂർ പഹൽഗാമിന് ശേഷം തിരിച്ചടി കൊടുക്കുമെന്ന് ലോകത്ത് മൊത്തം പറയാൻ വിട്ടതിൻ്റെ ഒരു കൂട്ടത്തിൽ അദ്ദേഹം, അതായത് GCC രാജ്യങ്ങൾ പോയി അവിടെ ചെന്ന് പറഞ്ഞത്, ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് പറഞ്ഞത്, ഇന്ത്യയെ അടിച്ചാൽ ഇന്ത്യയിൽ കയറി മുസ്ലിമാണോ ഹിന്ദു ആണോ എന്ന് തുണി പൊക്കി നോക്കുന്ന സമ്പ്രദായം കാണിച്ചാൽ അത് ഏത് രാജ്യത്തായാലും ഒരു മുസൽമാൻ എന്നുള്ള രീതിയിൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, ഇന്ത്യയിലെ മുസൽമാന്മാർ അംഗീകരിക്കത്തില്ല. അങ്ങനെയുള്ള രാജ്യത്തോട് യുദ്ധം ചെയ്യും, അവനെ കീഴ്പ്പെടുത്തും. ആ മാനസികാവസ്ഥ അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാളെന്നാണ് പറഞ്ഞത്. നേരത്തെ ഈ പർവേഷ് മുഷറഫ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ കാർഗിൽ യുദ്ധത്തിന് കാരണക്കാരൻ, അയാൾ വന്നതിന് ശേഷമാണ്, അയാൾ ഓർമ്മയുണ്ടോ? അയാൾ അന്ന് ഒരു വലിയ ഇതുപോലെ ഇന്ത്യയും അന്നൊക്കെ അങ്ങ് ചർച്ചകളാണല്ലോ ഇതുപോലെ ഇപ്പൊ അടി അന്നേരെ കൊടുക്കുക, ചർച്ചയൊന്നുമില്ല. ദൂരെന്നുള്ള ഇവരോട് ചർച്ചയില്ലല്ലോ. നേരത്തെ കാശ്മീരിലെ വിഘടനവാദികളുമായിട്ട് ചർച്ച കോൺഗ്രസിന്റെ സ്വന്തം പരിപാടിയാണ്. കാശ്മീർ വിഘടനവാദികൾ എപ്പോഴും കോൺഗ്രസ് സോണിയാഗാന്ധി വിട്ടു അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലോ അവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ചോദിക്കും പറയുന്നത്, അല്ലെങ്കിൽ വലിയ വിഷയമായി പോകും കേട്ടോ, നമുക്ക് സമാധാനത്തെ ജീവിക്കണ്ടേ. എന്ന് വെച്ചാൽ
അത് കഴിഞ്ഞപ്പോഴാ മോദി വന്നതിന് ശേഷം അവിടെ ആഭ്യന്തര വിഷയം വന്നപ്പോൾ ഇതുപോലെ മീറ്റിംഗ് വിളിച്ചു. നമ്മൾ വിഘടനവാദികളെ കൂടെ വിളിക്കണമെന്ന് പറഞ്ഞു. അമിത്ഷാ കാര്യം പറഞ്ഞു, ഇന്നതാണ് കാശ്മീർ നടപ്പാക്കാൻ പോകുന്നത്, നിന്റെ പോലെ. ഇങ്ങനെ ഇയാൾ എതിർപ്പ് പറഞ്ഞു. നിന്റെ കാര്യം വെച്ച് എടാ ഇത് നടപ്പാക്കാൻ പോവാ, പിന്നെ ഇവിടെ മാന്യതയുള്ള കുറെ ആൾക്കാർ പറഞ്ഞു നിന്നെ വിളിക്കണമെന്ന്. നിന്നെ അതുകൊണ്ട് വിളിച്ച് നിനക്ക് എതിർപ്പുണ്ടോ, നീ വെളിയിറങ്ങിപ്പോ, ഇത് ഞങ്ങൾ ഇന്ത്യ നടപ്പാക്കാൻ പോകുന്നു. ഇത് വന്നപ്പോൾ അവന്മാരെന്ത് ചെയ്യും? അപ്പൊ ഇത് ഇന്ത്യയുടെ വ്യത്യാസമാണ്. അതായത് ഇതിനകത്ത് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചോളാമെന്ന് വാക്കുകൊടുത്ത് വക്കാലത്ത് കൊടുത്ത് നിൽക്കുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു ഇന്ത്യക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ പർവേഷ് മുഷറഫ് വന്നു ഇതുപോലെ കാശ്മീരിലെ ഒരു വിഷയം, കാശ്മീരിലെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് നേരം OWC അന്ന് പറഞ്ഞത് എന്താ പറയുക, കാശ്മീരിലെ മുസ്ലിങ്ങളുടെ ഒരു ഇയാൾ സംസാരിക്കേണ്ട, അത് പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാന്റെ മുസ്ലിങ്ങൾ, കാശ്മീരിലെ മുസ്ലിങ്ങൾക്ക് വിഷയം ഉണ്ടായിരിക്കും, അത് ഇന്ത്യക്കകത്ത് ഞങ്ങൾ സംസാരിച്ചോളാം. ഇന്ത്യക്കകത്ത് മുസ്ലിങ്ങളുണ്ട്, ഇവിടെ സുരക്ഷിതമാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ത്യക്കകത്ത് മുസ്ലിങ്ങളുടെ വിഷയം, ഇന്ത്യക്കകത്ത് മുസ്ലിങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കാൻ അവസരമുണ്ട്, അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം, ഇവിടെ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഇയാള് ഇന്ത്യയുടെ ഒരു വിഷയം വരുമ്പോൾ ഇന്ത്യയുടെ കൂടെ തന്നെ അങ്ങനത്തെ മുസൽമാനെയാണ് നമുക്ക് ആവശ്യം. ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ പരസ്പരം ചിലപ്പോൾ ചില കാര്യങ്ങൾക്കകത്ത് കൂടുതൽ താല്പര്യം കാണിക്കണം, അല്ലെങ്കിൽ ചിലടത്ത് മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ചില പള്ളികളുടെ വിഷയം ഞങ്ങൾക്ക് കുറേ സ്ഥലം വേണം, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളുടെ ജാതി പ്രൊമോട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കുഴപ്പമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ആവശ്യങ്ങൾ വേണം, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും അവസാനം ഇന്ത്യക്കകത്ത് ഒരു വിഷയം വരുമ്പോൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുകയും ഇന്ത്യക്ക് വേണ്ടി പൊരുതുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടാകുന്ന ഒരു ഇന്ത്യ ആവണം. അതിനാ മതേതരത്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ത്യയുടെ ആ സംസ്കാരത്തോട് ഒതുന്ന് പറഞ്ഞത് ജാതി മതവും നമ്മളെ പ്രകോപിക്കുമ്പോൾ കുസാൻ സയ്യിദ് ഉസ്മാനി എന്ന് പറയുന്ന പാക് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ്, ഇയാളൊരു വീഡിയോ സന്ദേശം അയച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിന്റെ പരമാധികാരത്തിന് മേൽ ഇന്ത്യ തൊട്ട് കളിക്കാൻ ശ്രമിച്ചാൽ തൊട്ടടുത്താണ് പാകിസ്ഥാന്റെ മിസൈലുകൾ ഇരിക്കുന്ന കാര്യം എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ടെന്ന് ഇന്ത്യയെ പ്രകോപിപ്പിക്കണം. അതായത് നവാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ പാർട്ടിയാണ് പാകിസ്ഥാൻ മുസ്ലിം ലീഗ്. ആ ലീഗിന്റെ ആ പാർട്ടിയുടെ ഒരു നേതാവ് വന്നേച്ചും ബംഗ്ലാദേശിന്റെ പരമാധികാരത്തിൽ തൊട്ട് കളിക്കരുത് നമ്മളോട് പറയുന്നു. എന്നിട്ട് മുഹമ്മദ് യൂനിസ് പറയുന്നു ഞങ്ങൾ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒത്തുകളി ഇവിടെ കൃത്യമായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ചുമ്മാതാണോ നമ്മൾ ഈ ബംഗ്ലാദേശിന്റെ ബോർഡറിൽ സൈന്യത്തെ നിരത്തുന്നത്? അപ്പോൾ അവരുടെ പരമാധികാരത്തെ തൊട്ട് കളിക്കരുത് നമ്മൾ പാകിസ്ഥാനിലെ ഒരു നേതാവ് നമ്മളെ വെല്ലുവിളിക്കുന്ന വീഡിയോ സന്ദേശം അയച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ സന്ദേശം സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ലോകം മുഴുവൻ പരക്കും. അപ്പോൾ പാകിസ്ഥാൻ വീണ്ടും വെല്ലുവിളിക്കുന്നു. ആർക്ക് വേണ്ടി? ബംഗ്ലാദേശിന് വേണ്ടി. അപ്പോൾ ബംഗ്ലാദേശിന്റെ സംരക്ഷകരാണെന്ന് പാകിസ്ഥാൻ അങ്ങ് മുദ്ര കുത്തുക. അവിടെയാണ് ഈ ഒവൈസിയെ പോലുള്ള നേതാക്കളെ നമ്മൾ നോക്കേണ്ടത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് വേണ്ടി നമ്മൾ മറ്റു രാജ്യങ്ങളെ ശത്രുവായിട്ട് കാണുവാണെങ്കിൽ ഇന്ത്യക്കൊപ്പം ഉറച്ചു നിൽക്കുന്നു. ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ മറ്റു കോൺഗ്രസ് നേതാക്കൾ അയ്യോ പാകിസ്ഥാനൊന്നും ചെയ്യരുത്, അവരുമായിട്ട് രമ്യതയിൽ പോകണം, കാശ്മീരിലൊന്നും ചെയ്യരുത്, കാശ്മീരിലേക്ക് അവർ നുഴഞ്ഞു കയറുവാണെങ്കിൽ തിരിച്ചു പോകാൻ അനുവദിക്കണം, ഇങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു മുസൽമാനായ ഒവൈസി ഇത്തരം നിലപാട് സ്വീകരിക്കുമ്പോൾ കണ്ടുപഠിക്കല്ലേ ചെയ്യേണ്ടത് ഇവരൊക്കെ? അല്ല, ഉറപ്പായിട്ടും അതാ ഞാൻ പറഞ്ഞത്. നമുക്കതിനകത്ത് വലിയ അഭിമാനം തോന്നുന്നു. അത് അദ്ദേഹത്തെ അങ്ങനത്തെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന നാടായത്. ഇപ്പോഴത്തെ നമ്മൾ ഈ കാണുന്നത് പോലെ അവിടെ എവിടെ നിന്നിട്ട് ഇന്ത്യക്കകത്ത് ഇന്ത്യക്കാരെ ചുട്ടരിക്കാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ താല്പര്യം അനുസരിച്ച് നിൽക്കുന്ന, ഏതെങ്കിലും കാരണമൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു മുസ്ലിം അല്ല. ഇന്ത്യയുടെ താല്പര്യത്തിന് വേണ്ടി നിന്നിട്ടുള്ള ഒവൈസിയുടെ കൂട്ടുള്ള മുസൽമാൻ, അത്തരത്തിലുള്ള മുസൽമാൻ, ഇന്ത്യ എന്ന് പറയുമ്പോൾ വികാരം കൊള്ളുന്ന മുസൽമാൻ, അങ്ങനത്തെ മുസൽമാന്മാർ കണ്ടമാനം ഉണ്ടപ്പാ ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെയല്ലേ യുവമാരുടെയൊക്കെ ഈ കൊട്ടേഷനും അച്ചാരവും മറ്റ് പല കാര്യങ്ങളും ഒക്കെ ഏറ്റെടുത്ത് അതിനകത്തൊരു 1-2% വരുമ്പം അതൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന മുസ്ലിങ്ങളും, അല്ലെങ്കിൽ മറ്റ് ജാതി മതഭേദ ക്രിസ്ത്യാനികളും, അല്ലെങ്കിൽ ജൈനന്മാരും, അല്ലെങ്കിൽ ബുദ്ധനും എല്ലാം ഉണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയല്ലേ ഇത്രയും സംസ്കാരം, ഇത്രയും ജാതി, ഇത്രയും ദൈവങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ എന്താ? ഇവരിൽ ബ്രിട്ടീഷുകാരൻ പണ്ട് പോയപ്പോൾ പറഞ്ഞില്ലേ, ഇന്ത്യ ഇതെല്ലാം തേമനമാരെല്ലാം കൂടെ കിടന്ന് അടിക്കത്തില്ല, എത്ര ജാതിയാ, എത്ര ഗോത്രമോ, എത്ര സംസ്കാരമോ, ഒന്നിച്ചുണ്ടായിട്ട് നമ്മുടെ അവിടെ പറ്റുന്നില്ല പിന്നാന്നോ എന്ന് പറഞ്ഞു പോയിടത്ത് എല്ലാം ശരിയാ. പക്ഷെ ഇന്ത്യക്കൊരു വിഷയം വരട്ടെ, ഇന്ത്യക്കകത്തുള്ളവരെല്ലാം ഒന്നിച്ചു നിൽക്കും. അല്ലാത്ത ചില രാഹുൽ ഗാന്ധിമാർ മാത്രമേ ഉള്ളൂ. അത് അങ്ങ് മാറിക്കോളും, പൊയ്ക്കോളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.